അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ, നമ്മുടെ പഠനം മധുരം ക്ലാസ്സിലൂടെ ഒരുപാട് അറിവുകൾ നമുക്ക് കാൻ കരിക്കോട് സാർ നമുക്ക് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരു വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പുരുഷൻ സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോഴും ചില സ്ഥലങ്ങളിലെങ്കിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. സാമ്പത്തികമായ ഭദ്രത, പ്രത്യേകിച്ച് സാമ്പത്തിക ഭദ്രത. അതായത് ഈ വിവാഹം കഴിക്കുമ്പം നമ്മുടെ അറബി പറഞ്ഞാൽ കുഫു വെക്കുക എന്ന് പറയും. അതായത് പരസ്പരം അങ്ങോട്ട് പൊരുത്തം, അതായത് പറ്റിയ ഇണയാണോ കണ്ടെത്തേണ്ടതും പരസ്പരം തിരിച്ചറിഞ്ഞുള്ള കുടുംബമാണോ. അതെ. അപ്പൊ ആ തിരിച്ചറിഞ്ഞുള്ള കുടുംബമാണെങ്കിൽ പിന്നെ അവിടെ വിഷയമില്ല. അപ്പൊ അങ്ങനെ തിരിച്ചറിയാതെ ചെന്ന് ചാടുന്ന പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ സാറേ. അപ്പൊ അതിനെപ്പറ്റി എങ്ങനെയാണ് സാറേ ചർച്ച നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? അപ്പോഴും നമ്മൾ ഓർക്കേണ്ടത്, നമ്മളെ വിവാഹങ്ങൾ പലതരത്തിലുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ ഇസ്ലാമിക രീതിയിൽ മാത്രമല്ല പറയുന്നത്, മറ്റുള്ളവരുടെ ആലോചിച്ച് നടത്തുന്ന വിവാഹങ്ങളുണ്ട്. ഇപ്പൊ ലിവിങ് ടുഗദർ വരെ ഉണ്ട്, ഇല്ലേ? പ്രണയിച്ച് കളിക്കുന്ന വിവാഹമുണ്ട്, പ്രണയിച്ച് കളിക്കുന്ന വിവാഹം. അപ്പോൾ അവിടെയൊക്കെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ വിവാഹത്തിന് പൊരുത്തം എന്ന് പറയുന്നുണ്ട്. 10-7 പൊരുത്തം വേണമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളിൽ അങ്ങനെയുള്ള പൊരുത്തമല്ല. നമ്മുടെ മുസ്ലിം സമുദായത്തിലെല്ലാം ഉന്നത വിദ്യാഭ്യാസം, ജോലി, അതുപോലെ തന്നെ സാമ്പത്തികം ഒക്കെയാണ് നമ്മൾ കണക്കിലെടുക്കുന്നത്. പക്ഷേ ഈ പയ്യനൊരു നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ മറ്റുള്ളതൊന്നും കണക്കിലെടുക്കത്തില്ല. കണക്കിലെടുക്കാതെ സംഗതി അങ്ങ് പോവും. പക്ഷേ ഇവിടെ എന്ത് പറ്റുമെന്നറിയാവോ? ഇപ്പോൾ ഒരു ജോലി ഉണ്ട്, അപ്പോൾ ഈ വീടുകൾ തമ്മിലൊരു പൊരുത്തം കാണത്തില്ല. വിവാഹം കഴിയുമ്പോൾ ഈ ആൺപെൺ ആളുകൾ ഈ പൊരുത്തക്കേട് എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. അവനെന്ന് വെച്ചാൽ ഒരു തരം താഴ്ത്ത സ്വഭാവമാണ്. പെൺകുട്ടിയാണെങ്കിൽ തരം താഴ്ത്തും. ഞങ്ങളുടെ വീട്ടുകാരങ്ങനെ ആയിരുന്നു, ഞങ്ങൾ ഇങ്ങനെ ആയിരുന്നു, നിങ്ങളിപ്പോൾ ഇതാണല്ലോ, ഇപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഇതൊക്കെ കാണുന്നത് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ആകും. അതെ. ഒരുപാട് ചിലപ്പോൾ ചിലർ സ്ത്രീധനം മേടിക്കുന്ന സ്ഥലത്തിലൊക്കെ ആയിരിക്കാം. അത് ചിലപ്പോൾ കൂടുതലാകുമ്പോൾ സ്ത്രീധന പീഡനം വന്നേക്കാം. ഇത് 2 തരത്തിലും ഉണ്ട് കേട്ടോ. പെൺകുട്ടിയുടെ വീട്ടുകാർ സമ്പന്നരായാലും ചെറുക്കൻ്റെ വീട്ടുകാർ സമ്പന്നരായാലും ഇത് സംഭവിക്കും, തിരിച്ചു മറിച്ചുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ സാമ്പത്തികമായ ഒരു പൊരുത്തം ഉണ്ടാണ് 2 കുടുംബങ്ങൾ തമ്മിൽ. അപ്പോൾ അത് നിയമപരമായ പരിരക്ഷയൊന്നുമില്ല. നിയമത്തിൽ ഇത് അങ്ങനെ ആയിരിക്കണമെന്നൊന്നും പറയുന്നില്ല. കാരണം സ്ത്രീധനം പോലും മേടിക്കരുതെന്നാണ് എന്നുള്ളത്. അപ്പം അതല്ല, ഇപ്പോൾ ഈ പല ഘടകങ്ങൾക്ക് ഒരു പ്രാധാന്യമുണ്ട്. ഇപ്പോൾ നമ്മൾ കുടുംബ പാരമ്പര്യത്തിൻ്റെ കാര്യങ്ങളുണ്ട്, സൗന്ദര്യത്തിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഉണ്ട്, ജോലിയുടെ ഉണ്ട്, പല പൊരുത്തങ്ങളും മറ്റു പല കാര്യങ്ങളും പ്രാതിനിധ്യമുണ്ടെങ്കിലും ഈ സാമ്പത്തിക പൊരുത്തം ഒരു പ്രധാന കാര്യം തന്നെ. ഈ സാമ്പത്തിക പൊരുത്തം കൃത്യമായി ഒരേ രീതിയിലുള്ളതാണെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ല. അല്ലെങ്കിൽ ഈ തൻപ്രമാണിത്വമൊക്കെ കാണിക്കും, അപ്പോൾ ആഡംബര ഭ്രമം കാണിക്കും. അത്രയും ചിലപ്പം ചെറുക്കൻ്റെ വീട്ടുകാർക്ക് അത്രയും വരാനൊക്കത്തില്ല, അല്ലെങ്കിൽ പെണ്ണു വീട്ടുകാർക്ക് അത്രയും വരാനൊക്കത്തില്ല. അത് വെച്ചിട്ടുള്ള ഒരു നീരസം എപ്പോഴും കാണും. അപ്പോൾ ആ നീരസം വരാതിരിക്കണമെങ്കിൽ ഈ ഒരേ തരത്തിലുള്ള ഒരു കുഫു ഒത്തിട്ടുള്ള ഒരു വിവാഹത്തിന് വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. വലിയ വ്യത്യാസം വന്നാൽ അത് എപ്പോഴും അതാണ് എടുത്തു പറയാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. അൽഹംദുലില്ലാ, വളരെ സന്തോഷമുണ്ട് സാറേ. അൽഹംദുലില്ലാ, ഈ ഒരു വിവാഹ ബന്ധം സന്തോഷകരമായി മുന്നോട്ട് പോകാൻ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഘടകങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീയും പുരുഷനും മനസ്സിലാക്കുന്നത് പോലെ അതിനപ്പുറം കുടുംബങ്ങൾ തമ്മിലൊരു പൊരുത്തം ഉണ്ടെങ്കിലേ മുന്നോട്ട് ആ ജീവിതം സന്തോഷകരമായി പോകത്തുള്ളൂ. അപ്പം അതിനുള്ള വഴികൾ നമ്മൾ തേടുകയും അപ്പോൾ അതേ മാർഗത്തിൽ നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്തെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം വരത്തുള്ളൂ. അൽഹംദുലില്ലാ, നമുക്ക് വിലപ്പെട്ട അറിവുകൾ സാറിൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ആയിരക്കണക്കിന് ജനങ്ങൾക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും കൊടുത്ത് കൗൺസിലിങ്ങിലൂടെ സാറ് മുന്നോട്ട് പോവുകയാണ്. അല്ലാഹു തആല സാറിൻ്റെ ഈ ജീവിതത്തിലെല്ലാം ബർക്കത്ത് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.